സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ശ്രീലേഖ IPS, പിന്നെ ഒരു സെൻകുമാർ IPS, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ജേക്കബ് തോമസ് IPS. അപ്പോൾ ഈ IPSകാരൊക്കെ ഇപ്പോ സംഘപരിവാറുകാരായിരിക്കുകയാണ്. അവർ RSSകാരായിരിക്കുകയാണ്. RSS എന്ന് പറഞ്ഞാൽ എന്തോ ആണെന്നാണ് അവർ പറയുന്നത്. ഇനിയിപ്പോ ശ്രീലേഖ നേരത്തെ കാക്കിയാണ് ഇട്ടിരുന്നത് IPSല്, IPSകാരിയായിരുന്നു. അപ്പോ കാക്കി പാൻറ്റും അതിൻ്റെ കോട്ടും ഒക്കെ ഇട്ടാണ് പിന്നെ IPSകാരായിട്ടിരുന്നത്. ഇനിയിപ്പോ ആ അധികാരം അതും ഇതുമൊക്കെ പോയപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ, എന്നെ ആളുകൾ ഇവിടെ ഇട്ട് തട്ടൂലേ എന്ന് കണക്കാക്കി ഇനിയിപ്പോ RSSന്റെ കാക്കി യൂണിഫോം അറിയാൻ പോയാണ്. അപ്പോ മാർവാനിയസ് കോളേജിൽ നേരത്തെ കണ്ട ഇവരുടെ പിന്നെ RSSന്റെ 100ാം ചരമവാർഷികം. ഞാൻ ചരമവാർഷികം എന്ന് പറയുള്ളൂ. ഈ ചരമവാർഷികം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അടുത്ത ഏതാനും വർഷങ്ങൾക്കകം ചരമവാർഷികം തന്നെ നിങ്ങൾ ആഘോഷിക്കേണ്ടി വരും. കാരണം നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ RSSകാരനായിരുന്നു. ഗാന്ധിജി എന്ന് പറയുന്നത് ഇപ്പൊ ഇവർക്കെല്ലാം ഈ ശ്രീലേഖ എന്ന് പറയുന്നത് ഇവളെയൊക്കെ ആരാണ് ഈ IPS സ്ഥാനം കൊടുത്ത് ഇരുത്തിയത്? കൊണ്ടുവച്ച് എഴുതിയല്ലോ ജയിച്ചതായിരിക്കും, അല്ലാതെ വിദ്യാഭ്യാസം പിന്നെ നല്ലപോലെ പഠിച്ച് ജയിച്ചൊന്നും ആയിരിക്കണമെന്നൊന്നുമില്ല. ഇവരൊക്കെ കൊണ്ടുവച്ച് എഴുതി. പണ്ട് കാലത്ത് എന്ത് നടക്കുമായിരുന്നു? IPSഉം IASഉം ഒക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ ഏത് രീതിയിലും സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവർക്ക് കൊണ്ടുവച്ച് എഴുതാനുള്ള സൗകര്യവും കോപ്പി അടിക്കാനുള്ള സൗകര്യവും ഒക്കെ ചെയ്തു കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ വല്ല ഏതെങ്കിലും സ്വാധീനത്തിലായതാണ്. പഠിച്ച് പരീക്ഷ എഴുതി ബുദ്ധിയായിട്ട് ജയിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സെൻകുമാർ ആയിരുന്നാലും, ഈ സെൻകുമാർ എന്ന് പറയുന്ന അവനൊരു ചെറ്റയാണ്. കാരണം ഇവനൊക്കെ എങ്ങനെ പോലീസിന്റെ തലപ്പത്തിരുന്നു? അപ്പൊ ഇവരുടെ പിന്നിലുള്ള വേണമെങ്കിൽ ഇപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ഈ സെൻകുമാർ ഇരുന്ന DGP ആയിരുന്ന കാലത്തുള്ള പിന്നെ പല നടപടികളും വേണമെങ്കിൽ ചെകഞ്ഞെടുത്ത് ഇവന്റെ എല്ലാം പേരിൽ കേസ് കൊടുത്ത് ഇവനെയൊക്കെ അകത്താക്കാനൊക്കെ. അതുപോലെ തന്നെയാണ് ജേക്കബ് തോമസ് പിന്നെ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ അവിടെ ഇവിടെയൊക്കെ സ്വത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ അവൻ പുതിയതായിട്ട് RSSകാരനായി. ഇപ്പൊ പഴയ യൂണിഫോം പോയല്ല, ഇനിയിപ്പോ പുതിയ യൂണിഫോമില് നേരത്തെ അരനിക്കറായിരുന്നു. അപ്പൊ പഴയ പോലീസുകാരന്മാര് പിന്നെ നമ്മളെ കേരളത്തിൽ പഴയ പോലീസുകാർ, നിങ്ങൾക്ക് പഴയ സിനിമ കണ്ടാലേ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ഇപ്പൊ മനസ്സിലാവുള്ളൂ. പഴയ സിനിമ കണ്ട അടൂർ ഭാസിയൊക്കെ നിക്കർ വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് പോലീസുകാരായിട്ട് വേഷം കിട്ടിയത്. അപ്പൊ അതുപോലെ പഴയ പിന്നെ പോലീസിന്റെ ഇതിൽ നിൽക്കാമായിരുന്നു ഈ ജേക്കബ് തോമസിനും സെൻകുമാറിനും ശ്രീലേഖയ്ക്കും നിക്കർ വിട്ടുകൊണ്ട് നിൽക്കണമായിരുന്നു. അപ്പൊ ഇപ്പോ RSSകാരും ആ നിക്കർ മാറ്റി ഫുൾ കാക്കി ആയി കളഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഫുൾ കാക്കി ആവുമ്പോ പറയാനോ